മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ തീരുമാനിച്ചു. ചെയർമാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. മുൻ ചീഫ് സെക്രട്ടറിമാരായ സി.പി. നായർ, നീല ഗംഗാധരൻ എന്നിവരും കമ്മീഷനിൽ അംഗങ്ങളായിരിക്കും. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വി.എസ്. അച്യുതാനന്ദനെ സംസ്ഥാനത്തിന്റെ 4ാമത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിശ്ചയിച്ചത്. മുൻ മുഖ്യമന്ത്രിയായ വി.എസിന് ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും സഹായികളെയും നിയമിക്കാം. സെക്രട്ടേറിയറ്റിൽ ഓഫീസുമുണ്ടാകും. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതുമില്ല. വി.എസിനെ കൂടാതെ മറ്റു 2 പേർ കൂടി കമ്മീഷൻ അംഗങ്ങളായിരിക്കും. മുൻ ചീഫ് സെക്രട്ടറിമാരായ സി.പി. നായർ, നീല ഗംഗാധരൻ എന്നിവരാകും അംഗങ്ങൾ. ഇവർക്ക് ചീഫ് സെക്രട്ടറി റാങ്കിലാണ് നിയമനം. സി.പി. നായർ CPM നോമിനിയായും നീല ഗംഗാധരൻ CPIയുടെ നോമിനിയായുമാണ് കമ്മീഷനിലെത്തിയത്. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടില്ല. LDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോഴാണ് വി.എസ്. അച്യുതാനന്ദന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമനം നൽകിയിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന രാഷ്ട്രീയ പദവിയിലിരുന്നുകൊണ്ട് പൊതുപ്രശ്നങ്ങളിൽ വി.എസിന് എത്രമാത്രം ഇടപെടാൻ കഴിയുമെന്ന് കാത്തിരുന്നു കാണണം. ആർ. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വി.എസ്. ഇനി വരച്ച വരയിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ, CPM നേതാവ് A.N. ഷംസീർ MLA, ഇടതു ചിന്തകൻ NM പിയേഴ്സൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.